ഹായ് ക്രിയേറ്റേഴ്സ്, ഇനി മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബിൽ വ്യൂസ് കൂടുന്നതാണ്. യൂട്യൂബ് ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ ക്രിയേറ്റേഴ്സിന് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം വ്യൂസ് കൂടുക എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. അത് ലോങ് വീഡിയോ ചെയ്യുന്നവരായിക്കോട്ടെ, അതല്ലെങ്കിൽ ഷോർട്സ് ചെയ്യുന്നവരായിക്കോട്ടെ, അതുപോലെ ലൈവ് ആണെങ്കിലും യൂട്യൂബ് ഒഫീഷ്യലി ഇമെയിൽ ത്രൂ നമ്മൾ അറിയിച്ചിട്ടുണ്ട് ഇനി മുതൽ നമ്മുടെ വ്യൂസ് കൂടുന്നതാണ് എന്നത്. ഇതുപോലൊരു മെയിൽ നിങ്ങൾക്കൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇതിൽ യൂട്യൂബ് എന്താണ് പറയുന്നത്? ഓൾറെഡി ഞങ്ങൾ ഷോർട്സിൽ ഇത് കൊണ്ടുവന്നിട്ടുണ്ട് 2025. അപ്പോൾ ഇനി മുതൽ അത് യൂട്യൂബിലെ എല്ലാ ലോങ്ങിലും അതുപോലെ ലൈവിലും കൊണ്ടുവരികയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് തോന്നും. ഇനി മുതൽ നമുക്ക് വ്യൂസ് കൂടുന്നു എന്നുള്ളത്. ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം വ്യൂസ് കൂടുക എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ വ്യൂസ് കൂടുക എന്നുള്ളത് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് എന്താണ്? ഒന്ന്, നമുക്ക് അതിൽ നിന്ന് വരുമാനം, ഏണിങ്സ് വേണം, വാച്ച് ടൈം കയറണം, അതല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലേക്കൊക്കെ എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ യൂട്യൂബ് ഇവിടെ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വ്യൂസ് കൂടും. CID മൂസയിലൊക്കെ പറയുന്നുണ്ടല്ലോ, തോക്ക് തരാം പക്ഷെ അത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ പോലെ വ്യൂസ് കൂടുതലായിട്ട് കാണിക്കും. പക്ഷെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ അതല്ലെങ്കിൽ റവന്യൂ കൂടുന്ന ഇതിലൊന്നും റിഫ്ലക്റ്റ് ആവില്ല. ഇപ്പം നിങ്ങൾക്കൊരു 10,000 വ്യൂസ് വരുന്നുണ്ട് ഒരു വീഡിയോക്ക് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ അത് 20,000 30,000 ഒക്കെ കാണിക്കാം. പക്ഷെ ആക്ച്വലി നിങ്ങൾക്ക് 10,000 വ്യൂസ് വന്നതിൻ്റെ റവന്യൂ കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഇത് നമുക്ക് യൂസ്ഫുൾ ആകുന്നത് എന്ന് നമുക്ക് ഇങ്ങനെ തന്നിട്ട് കാര്യമുണ്ടോ? പിന്നെ എന്തിനാണ് യൂട്യൂബ് ഇത് കൊണ്ടുവരുന്നത് എന്നൊക്കെ നമുക്കൊരു സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ യൂട്യൂബ് ഈ ഒരു അപ്ഡേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് യൂസ്ഫുൾ ആകുന്നത് മറ്റൊരു തരത്തിൽ യൂസ്ഫുൾ ആകും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഷോർട്സിൽ ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഒരു പക്ഷെ നമുക്കൊരു 50,000 വ്യൂസ് അല്ലെങ്കിൽ 1,00,000 ഷോർട്സ് വ്യൂസ് നമുക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് വ്യൂസ് ശരിക്കും എൻഗേജ്ഡ് വ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷെ 40,000 ഉണ്ടാവുള്ളൂ. പക്ഷെ വ്യൂസ് 1,00,000 ആയിട്ട് കാണും. അപ്പോൾ നമ്മുടെ ഷോർട്സ് നമ്മുടെ ചാനൽ കാണുന്ന ഒരാൾക്ക് നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ 1,00,000 ഷോർട്സ് വ്യൂസ് സെറ്റപ്പാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്രൊമോഷനൊക്കെ തരുമ്പോൾ വ്യൂസ് ഉള്ള ചാനലായിട്ട് തോന്നും. അതുപോലെ ഇപ്പോൾ നമുക്കറിയാം യൂട്യൂബിൽ സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ മറ്റുള്ള ആളുകൾ നമ്മൾ അനലിറ്റിക്സ് ഒക്കെ കാണുമ്പോൾ നല്ല രീതിയിൽ റവന്യൂ കാണിക്കും. അപ്പോൾ അങ്ങനെ യൂസ്ഫുള്ളാണ്. അതല്ലാതെ നമുക്ക് നമ്മുടെ വ്യൂസൊക്കെ ഇനി നല്ല രീതിയിൽ കാണിച്ചു എന്നതുകൊണ്ട് നമുക്ക് വാച്ച് ടൈം കൂടുക, അതായത് യൂട്യൂബ് മോണിറ്റൈസേഷൻ പ്രോഗ്രാമിൽ മാറ്റമൊന്നും വരുന്നില്ല. അപ്പോൾ ഇവിടെ ആക്ച്വലി എങ്ങനെയാണത് വർക്കാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൊട്ട് മുമ്പേ നമുക്കൊരു ലോങ് വീഡിയോക്ക് ഒരു വ്യൂസ് കണക്കാക്കണം എന്നുണ്ടെങ്കിൽ അവർ ഇത്ര ശതമാനം അല്ലെങ്കിൽ ഇത്ര സമയം അവർ കാണണം എന്നുണ്ട്. പലരും പറയാറുണ്ട് അതൊരു 30 സെക്കൻഡെങ്കിലും മിനിമം കാണണം എന്നുണ്ട്. ഇപ്പം നിങ്ങളൊരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു 7 മിനിറ്റ് 6 മിനിറ്റ് ആണെങ്കിൽ മിനിമം ഒരാളത് ആ ഒരു വീഡിയോ വാച്ച് ചെയ്താൽ അതൊരു വ്യൂ ആയിട്ട് കണക്കാക്കിയിരുന്നുള്ളൂ. അതല്ലെങ്കിൽ കുറച്ച് സമയം ജെന്യുവനായിട്ട് ആ ഒരു ആളതിൽ സമയം സ്പെൻഡ് ചെയ്യണം. യൂട്യൂബിനത് ജെന്യുവനായിട്ട് ഒരാൾ വാച്ച് ചെയ്ത പോലെ തോന്നണമായിരുന്നു. പക്ഷെ ഇനി മുതൽ അങ്ങനെയല്ല. അബദ്ധവശാൽ പ്ലേ ആയാൽ പോലും അത് 1 സെക്കൻഡ് കണ്ടാൽ പോലും അത് വ്യൂ ആയിട്ട് കണക്കാക്കും. ഇനിയിപ്പോൾ പണ്ട് ഓട്ടോ റിപ്ലൈ ഒക്കെ ഉണ്ടായി. ഓട്ടോ പ്ലേ നമ്മളിങ്ങനെ യൂട്യൂബ് പണ്ടല്ല ഇപ്പോഴും ഉണ്ട്. നമ്മളിങ്ങനെ ഷോർട്സ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ ലോങ് ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് പ്ലേ ആകുമല്ലോ. അപ്പോൾ അതും വ്യൂ ആയിട്ട് പെട്ടെന്ന് കണക്കാക്കിയിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ അതും വ്യൂ ആയിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിൽ പോലും നമ്മളെ വീഡിയോ ഒന്ന് 1 സെക്കൻഡ് പ്ലേ ആയി കഴിഞ്ഞാൽ പോലും അത് വ്യൂ ആയിട്ട് കണക്കാക്കുന്നുണ്ട്. ഇത് തൊട്ട് മുമ്പേ ഇത് അങ്ങനെ ആയിരുന്നില്ല. ലോങ് വീഡിയോ ഒക്കെ ആയാലും അതുപോലെ ലൈവിലൊക്കെ ആയിരുന്നാലും. അപ്പോൾ ഇനി മുതൽ നമ്മുടെ വ്യൂസ് കുത്തനെ കൂടുന്നതാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കതുകൊണ്ട് കാര്യമായിട്ടുള്ള ബെനിഫിറ്റ് ഇതാണ്. നമ്മുടെ അനലിറ്റിക്സ് ഇതിങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ വ്യൂസിൽ ഇതിങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കാണിക്കുമെന്നേ ഉള്ളൂ. റവന്യൂ കൂടാനോ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലുള്ള മാറ്റത്തിനോ ഇത് യൂസ്ഫുൾ ആകുന്നില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് പറയുക. വാച്ച് ടൈമിലും അതുപോലെ ഷോർട്സ് വ്യൂസിലൊക്കെ വലിയ ചേഞ്ച് വന്നല്ലോ. അപ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ നല്ല നല്ല അപ്ഡേറ്റുകൾ, ക്രിയേറ്റേഴ്സിനെ സഹായിക്കുന്ന രീതിയിലുള്ള അപ്ഡേറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും അടുത്തായിട്ട് വന്നൊരു അപ്ഡേറ്റ് ആണ് ഇത്. ഓക്കെ, നമ്മളിങ്ങനെ നെഗറ്റീവ് പറയേണ്ട. ഓക്കെ, എന്തായി കഴിഞ്ഞാലും നമുക്കൊരു വ്യൂസ് കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ്. ആ ഒരു പോസിറ്റീവായിട്ട് എടുക്കും. ഇനിയും ഇതുപോലെയുള്ള മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലും അതുപോലെ വ്യൂസ് ജെന്യുവൻ ആയിട്ട് തന്നെ നമുക്കത് അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലേക്ക് എടുക്കുന്ന രീതിയിലുള്ള അപ്ഡേറ്റുകൾ വരുമെന്ന് പ്രതീക്ഷിക്കാം. പോസിറ്റീവായിട്ടിരിക്കുക. ആരും ചാനൽ അല്ലെങ്കിൽ ഇത് ഒരുപാട് പേര് നെഗറ്റീവ് അടിച്ച് സ്കിപ്പ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അതിനൊന്നും ആവശ്യമില്ല. ഇനിയും ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ വരട്ടെ. ഇത് നല്ലൊരു അപ്ഡേറ്റ് ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ആയിട്ട് പറയുക.
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.